നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ പോത്തൂട്ടന്മാരുടെ വീഡിയോ ആണ്. കുറച്ച് നാളായി നമ്മുടെ പോത്തൂട്ടന്മാരുടെ വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ട്. നോമ്പ് പെരുന്നാളൊക്കെ കഴിഞ്ഞു. അങ്ങനെ നമ്മൾ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഞാനും വൈകുന്നേരം പാടത്ത് വന്നിരിക്കുകയാണ്. അതിനെ കുളിപ്പിക്കാനായിട്ട് അവനെ ലാസ്റ്റ് കുളിപ്പിക്കത്തുള്ളൂ. അവൻ ഇച്ചിരി മറ്റേ കൊച്ചു പിള്ളേരെ ഞോണ്ടുന്ന ഇതുള്ള സ്വഭാവം ആയതുകൊണ്ട് അവനെ ഒറ്റയ്ക്ക് കുളിപ്പിക്കത്തുള്ളൂ. കൊച്ചുങ്ങളെ കുളിപ്പിച്ച് തീർന്നതിന് ശേഷമേ അവനെ ഇറക്കത്തുള്ളൂ. അതിൻ്റെ ദേഷ്യമാണ് അവൻ ഈ കാണിക്കുന്നത്. തെങ്ങ് കുത്തി മറിക്കാനുള്ള ഇതാണ് അവൻ കാണിച്ചു കൊണ്ടിരിക്കുന്നത്. അവിടെ ഓരോന്നിനെ കുളിപ്പിച്ച് കൊണ്ട് കെട്ടുകയാണ്. ലാസ്റ്റ് അവനെ ഇറക്കുള്ളൂ. ഇക്ബാലേ കോലേ എന്തുറാ, എന്നെ കണ്ടു കഴിഞ്ഞാൽ അവന് ഭയങ്കര ഇതാണ്. അതുകൊണ്ടാണ് ഞാനങ്ങനെ തോട്ടി വരാത്തത്. കോലേ ഇത് നമ്മൾ ലാസ്റ്റ് നൈനാമല ചന്തയിൽ നിന്ന് കൊണ്ടുവന്ന പോത്തുകുട്ടികളിൽ ഒരെണ്ണമാണ്. അത്യാവശ്യം മീറ്റൊക്കെ കയറി തുടങ്ങി പിള്ളേർ. നല്ല തീറ്റയും കൂടിയൊക്കെ ഉള്ള കുട്ടിയാണ്. ഇവർ നമുക്ക് പെരുന്നാളിന് വളർത്തുകാരൊക്കെ കൊടുക്കണമെന്നാണ് ഒരു ആഗ്രഹം. കാരണം ഒരു 6 മാസം അവിടെയൊക്കെ നിന്ന് കഴിഞ്ഞാൽ രണ്ടും കൂടി ഒരു രൂപയ്ക്ക് മേളിൽ വിൽപ്പന നടക്കുന്ന പോത്തും കുട്ടികളാണ്. വളർത്തുകാരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ വളർത്തുകാർ കൊടുക്കാനാണ് താല്പര്യപ്പെടുന്നത്. കാരണം അവർ ശരിക്കും വളർന്ന് തുടങ്ങിയതേ ഉള്ളൂ. ഇനിയിപ്പോൾ ജൂണൊക്കെ ആകുമ്പോൾ മഴയും പുല്ലും വെള്ളമൊക്കെ ആകുമ്പോഴത്തേക്ക് അവർ ഒന്നുകൂടെ ഒന്ന് കയറി വരും. ഇപ്പം തന്നെ അത്യാവശ്യം ഒരു 75-80 കിലോ എൻ്റെ ഒരു നോട്ടത്തിൽ മീറ്റ് വരും. 75 കിലോ കുറയാതെ എന്തായാലും വരും. ഒരാളവിടെ കിടക്കുകയാണ് വെള്ളത്തിൽ. അപ്പോൾ രണ്ടുപേരെയും കൂടെ നമുക്ക് വളർത്തുകാർക്ക് കൊടുക്കണമെന്നാണ് താല്പര്യം. എന്ത് കുട്ടാപ്പി 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 ചിന്നടാ കുട്ടാപ്പി. അങ്ങനെ അവൻ വലിയ പോത്തിനെ നമ്മൾ കുളിപ്പിക്കാനായിട്ട് ഇറക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇനി കുറച്ച് കഴിഞ്ഞ് നമുക്ക് വീഡിയോ എടുക്കാം. വീട്ടിൽ കൊണ്ട് തീറ്റയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് നമുക്ക് വീഡിയോ എടുക്കാം. അവനിപ്പം തോട്ടിൽ വെള്ളം കുറഞ്ഞതിന് ശേഷം അവൻ കിടക്കത്തില്ല. അല്ലെങ്കിൽ 2 ദിവസം മഴയൊക്കെ പെയ്ത് വെള്ളം കൂടിയപ്പോഴത്തേക്ക് അവൻ കിടക്കുമായിരുന്നു. ഇപ്പം അവൻ കിടക്കുന്നില്ല. എന്ത് പറ്റിയെന്നറിയാൻ വയ്യ. ആ നിൽക്കുന്ന പോത്ത് നമ്മുടെ ഫാമിൽ നിന്ന് ലാസ്റ്റ് കൊടുത്ത പോത്താണ്. അവന് സെറ്റായി വരുന്നുണ്ട്. അവർ പെരുന്നാളിന് കൊടുക്കില്ല, 5-6 മാസം കൂടെ വളർത്തിയതിന് ശേഷമേ കൊടുക്കുള്ളൂ എന്നാണ് പറയുന്നത്. അവിടെ മഴ പൊടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തോട്ടിൽ അത്യാവശ്യം വെള്ളമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വേനൽ മഴ കിട്ടുന്നുണ്ട്, വെള്ളമുണ്ട്. ഇനി നമുക്ക് വീട്ടിൽ കൊണ്ട് അവർക്ക് തീറ്റയൊക്കെ കൊടുക്കുന്നത് വീഡിയോ എടുക്കാം. അല്ല, നമ്മൾ എല്ലാം സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് പൂത്തുവിട്ടന്മാരെ റോഡിലൊക്കെ അവർ പുല്ലൊക്കെ കഴിച്ചേ പോകത്തുള്ളൂ. റോഡ് സൈഡിൽ നിന്ന് പുല്ലൊക്കെ തിന്ന് അങ്ങനെ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ചെറിയൊരു ചാറ്റൽ മഴയുണ്ട്. പോലെ പോടാ. കൊച്ചു പിള്ളേരെ വേറെ ചാടി അവൻ്റെ പിറക്കേ പോകത്തുള്ളൂ. മഴ പൊടിയുന്നു. അപ്പോൾ നമുക്ക് വീഡിയോ വീട്ടിൽ ചെന്നിട്ട് എടുക്കാം. ഫുഡെല്ലാം റെഡി ആയിരിക്കുകയാണ്. നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് 1 മണിക്കൂർ റെസ്റ്റ് നിർത്തിയിട്ടാണ് അവർക്ക് ഫുഡെല്ലാം റെഡിയാക്കുന്നത്. ഒരു 5:30-5:45 ആകുമ്പോഴത്തേക്ക് ഫുഡ് റെഡിയാക്കി കൊടുക്കുകയുള്ളൂ. നമ്മൾ വിമറാൾ ഇപ്പോൾ ഒരു ബോട്ടിൽ വാങ്ങിയിട്ടുണ്ട്.
വിമറോളും ലേഹ്യവും കൂടെയാണ് ഇപ്പം കൊടുക്കുന്നത് അവർക്ക്. വിമറോള് ഇത് 510 രൂപയാണ് 300 ml വില വരുന്നത്. മറ്റേ ലേഹ്യം ഞാൻ 2.5 കിലോയുടെ ആണ് വാങ്ങിയിരിക്കുന്നത്. 1000 രൂപ അതിനായിട്ടുണ്ട്. പെരുന്നാളൊക്കെ അടുത്ത് വരുന്നത് കൊണ്ട് നല്ല രീതിക്ക് ഫുഡ് കൊടുത്താലേ അവർ കയറി വരത്തുള്ളൂ. എല്ലാവർക്കും ഫുഡ് റെഡിയാക്കി എല്ലാം കൊടുത്തിരിക്കുകയാണ്. ഇനി അവർക്ക് കൊടുക്കുന്ന താമസമേ ഉള്ളൂ. വലിയ പോത്തിന് നമ്മൾ ഒത്തിരി അധികം തീറ്റ കൊടുക്കും. ആ തീറ്റ കൊണ്ടുവരുമ്പോഴുള്ളൊരു റിയാക്ഷനാണ് നിങ്ങൾ ഈ കാണുന്നത്. ഭയങ്കര ഇതാണ്. അവൻ എത്ര കൊടുത്താലും അവൻ തിന്നോളും. പക്ഷേ ഇവരെ നമുക്ക് വളർത്തുകാരെ കൊടുക്കണമെന്നാണ് താല്പര്യം. നല്ല കേടുമാറി മീറ്റ് കയറി തുടങ്ങിയ കുട്ടികളാണ് ഇത് രണ്ടും. വളർത്താൻ ആവശ്യമുള്ള ആരെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി. നമ്മളെ വലിയ പോത്ത് അവരെല്ലാവരും നോക്കി നിൽക്കുകയാണ്. എല്ലാവർക്കും ഫുഡ് കൊടുത്തിരിക്കുകയാണ്. അവർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു നിമിഷ നേരം കൊണ്ട് അവർ പാത്രം കാലിയാക്കും. വളർത്താൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഈ 2 കുട്ടികളെ കൊടുക്കണമെന്ന് എനിക്ക് താല്പര്യമുണ്ട്. ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. ഇറച്ചി കയറി തുടങ്ങിയ പോത്തുകളാണ്. ഒരു 6 മാസത്തോടൊക്കെ നിൽക്കുമ്പോൾ രണ്ടും കൂടെ എങ്ങനെ ആയാലും 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വിൽപ്പന നടക്കും. കാരണം ജൂൺ മാസമൊക്കെ ആകുമ്പോൾ മഴയും വെള്ളവും പുല്ലൊക്കെ ആവും. നമ്മളെ വലിയ പോത്തിന് ഉദ്ദേശിക്കുന്നത് 80,000 രൂപയാണ്. പെരുന്നാൾ കച്ചവടമായിട്ട് 1 മാസത്തോടെ കഴിയുമ്പോൾ റേറ്റ് നമ്മൾ കുറച്ചുകൂടെ മാറ്റം വരുത്തും. നമ്മളെ പോത്തും കുട്ടികളാണ് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെ കൊണ്ടുവന്നിട്ട് 5 മാസമായി. 5 മാസമായി പോത്തുകുട്ടികളെ കൊണ്ടുവന്നിട്ട്. നമ്മളെ കുട്ടികളാണ് ഫുഡ് കഴിക്കുന്നത്. അവർക്ക് ഇപ്പോഴും ഒരു പാത്രത്തിൽ തന്നെയാണ് കൊടുക്കുന്നത്. വേറെ വേറെ പാത്രത്തിൽ കൊടുത്താൽ അവർ കഴിക്കില്ല. അവർക്ക് എപ്പോഴും അടികൂടി കഴിക്കണം. അതിൻ്റെ ഒരു ഇതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടനോട് ഓളമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസുകളും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വന്ന് ചേരുന്നതാണ്. അപ്പോൾ നമുക്കടുത്തൊരു കിടിലം വീഡിയോ ആയി കാണുമ്പോഴേക്കും ഓക്കെ, ബൈ.